نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إنما الخمر والميسر والأنساب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവശക്തനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിയുന്നത്ര സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണമെന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്ന് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകൾ വളരെയധികം അപകടം നിറഞ്ഞ ഒരു ചുറ്റുപാടിലൂടെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സങ്കടകരമായ, ഭീതിപ്പെടുത്തുന്ന വാർത്തകളും വർത്തമാനങ്ങളുമാണ് ദിനേനെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സംസ്ഥാനത്തിലെ ഒരു വാർത്ത നമ്മളൊക്കെ കേട്ട് കാണും.
ഇന്ത്യ രാജ്യത്തിലെ മൂന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ത് കാര്യത്തിലാണ് മൂന്നാം സ്ഥാനം കിട്ടിയത് എന്ന് അറിയുമ്പോഴാണ് നാം എല്ലാവരും വളരെ പ്രയാസത്തോടുകൂടി ആ വാർത്തയെ നോക്കിക്കാണുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ HIV ബാധിതരായ ആളുകളുടെ എണ്ണം ആ സംസ്ഥാനത്ത് വർദ്ധിച്ചിരിക്കുകയാണ്. ആ വർധനവാണ് ആ സംസ്ഥാനത്തെ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്നാണ്. ആ സംസ്ഥാനം കർണാടക എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഒരു തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത്. സ്കൂളുകളിലും കോളേജുകളിലും സ്ക്രീനിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടെസ്റ്റുകൾ നടന്നു കഴിഞ്ഞ സ്കൂളുകളിലെയും കോളേജുകളിലെയും റിപ്പോർട്ടുകൾ പ്രകാരം പല വിദ്യാർത്ഥികളിലും എയ്ഡ്സ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ട് എന്നതാണ് കാണാൻ കഴിഞ്ഞത് എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ വരാതിരിക്കാനും മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ ജീവിക്കാതിരിക്കാനുമുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൂറ്റാണ്ടുകൾക്കപ്പുറം ഖുർആനിലൂടെയും പ്രവാചക ചര്യയിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തന്നു. പരിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും ആ കൽപ്പനകളെയും തീരുമാനങ്ങളെയും നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് എങ്കിൽ സംശുദ്ധമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ കഴിയുമെന്നതാണ് ഇസ്ലാം നമ്മോട് പറയുന്നത്. ആ നിർദ്ദേശങ്ങളെയും കൽപ്പനകളെയും ആര് ധിക്കരിക്കുന്നുവോ അവരെല്ലാവരും ദുനിയാവിലും പരലോകത്തിലും വലിയ പരാജയം നേരിടേണ്ടി വരും എന്ന കർശനമായ നിർദ്ദേശങ്ങളും പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. നമ്മളെല്ലാവരും വളരെ പേടിയോടുകൂടെ കാണുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലെ വ്യഭിചാരവും മയക്കുമരുന്നിന്റെ ഉപയോഗവുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് 3 അധ്യാപികമാരാണ്. തന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന, വിജ്ഞാനം പകർന്നു കൊടുക്കുന്ന 3 അധ്യാപികമാരെയാണ് ഈ രാജ്യത്തിന്റെ നിയമം അറസ്റ്റ് ചെയ്തത്. ഇന്നും ഞെട്ടിക്കുന്ന വാർത്തകളാണ് അവരെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏത് രൂപത്തിലൂടെയാണ്, ഏതു വഴിയിലൂടെയാണ് ഈ തരത്തിലുള്ള തിന്മകൾ കടന്നു വരുന്നത് എന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ എന്താണ് ഇസ്ലാം നമ്മോട് പറഞ്ഞിട്ടുള്ളത്, ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ആ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു തആല ശൈത്താനിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു, വലാ യത്തബിഉ ഖുതുവാത്ത് ശൈത്താൻ,
ശൈത്താനിന്റെ കാൽവെപ്പുകളെ പിന്തുടർന്നു പോകരുത് എന്നതാണ്. ഇന്ന് ശൈത്താനിന്റെ പ്രവർത്തനങ്ങൾ, ഇസ്ലാം ഏതൊരു കാര്യത്തെ ഹറാമാക്കുന്നുവോ ആ ഹറാമുകളെ സ്വാതന്ത്ര്യം എന്ന ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യർക്കിടയിൽ അത് വല്ലാതെ വ്യാപിപ്പിക്കുന്നു. ലജ്ജ എന്ന് പറയുന്നത് അതൊരു പഴയ ചിന്താഗതിയാണ് എന്നതിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നു. മദ്യത്തെ ഇന്നൊരു ജീവിതത്തിന്റെ സ്റ്റൈലാക്കി മാറ്റിയിരിക്കുന്നു. മയക്കുമരുന്നിനെ മനുഷ്യർക്കിടയിൽ ഒരു കൂളാക്കി മാറ്റിയിരിക്കുന്നു. വ്യഭിചാരത്തെ പ്രണയമെന്ന് പറയുന്ന മനോഹരമായ പദം ഉപയോഗിച്ചുകൊണ്ട് അത് മനുഷ്യന് വളരെ എളുപ്പമാക്കിയിരിക്കുന്നു. അതാണ് ഈ കാലഘട്ടത്തിന്റെ വർത്തമാനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് വലാ യത്തബിഉ ഖുതുവാത ശൈത്താൻ, പിശാചിന്റെ കാൽവെപ്പുകളെ പിന്തുടർന്നു പോകരുത്. മുസൽമാന് ഹറാമുകൾ എന്നും ഹറാമുകളായിരിക്കണം. മുസൽമാന് ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്, ഈമാനിന്റെ ഭാഗമായി മാറണം. മദ്യം ഹറാമാണ്. മനുഷ്യന്റെ മസ്തിഷ്കത്തെ തകർത്ത് കളയുന്ന മദ്യം, അവന്റെ ജീവിതത്തെ തകർത്ത് കളയുന്ന മദ്യം, അവന്റെ കുടുംബത്തെ തകർത്ത് കളയുന്ന മദ്യം, അവനെന്നും എക്കാലത്തും ഹറാമായിരിക്കണം, ഹറാമാണ് എന്ന് കരുതുന്നവരായിരിക്കണം മുസൽമാൻ. മയക്കുമരുന്ന് ഇതുപോലെ അപകടകരമാണ്, ജീവിതത്തെ തകർത്ത് കളയും. അതുകൊണ്ട് ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട്. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് എനിക്കത് ഹറാമാണ് എന്ന ചിന്താഗതിയിലേക്ക് കടന്നു വരണം. വ്യഭിചാരം വളരെ മ്ലേച്ഛകരമാണ്. അതിലേക്ക് മനസ്സും ശരീരവും ചിന്താഗതിയും ഒന്നും കടന്നു ചെല്ലരുതേ എന്ന പ്രാർത്ഥനയോടുകൂടെ ആ മ്ലേച്ഛകരമായ പ്രവർത്തനത്തെ അങ്ങനെ തന്നെ കാണാൻ ഒരു മുസ്ലിമിന് സാധിക്കണം. ഇല്ല എങ്കിൽ അതൊരു വലിയ പ്രയാസമായിട്ട് മാറും. അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നൽ ഹലാല ബയ്യിൻ വ ഇന്നൽ ഹറാമ ബയ്യിൻ ഫമൻ ഇത്തഖ അശ്ശുബഹാത് ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർളിഹി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഇസ്ലാമിൽ ഹലാൽ വ്യക്തമാണ്, ഹറാം വ്യക്തമാണ്. ഇവക്കിടയിൽ സംശയമുള്ള കാര്യങ്ങളുണ്ട്. സംശയമുള്ള കാര്യങ്ങളെ ഒഴിവാക്കുന്നവൻ തന്റെ ദീനിനെയും മാനത്തെയും സംരക്ഷിച്ചു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലൂടെ ഹലാലിനെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്, ഹറാമിനെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹറാം ഏതാണോ ഹലാൽ ഏതാണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയതെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ റസൂലായി അംഗീകരിച്ച ഓരോ മുസ്ലിമും ഹറാമുകളെ ഹറാമുകളായി, ഹലാലുകളെ ഹലാലുകളായി അംഗീകരിച്ചുകൊണ്ട് മുസൽമാന്റെ അഭിമാനത്തോടുകൂടെ ജീവിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ, ഇസ്ലാം പല കാര്യങ്ങളും ചെയ്യരുത്, അതല്ലെങ്കിൽ ഇന്ന പാനീയങ്ങൾ കഴിക്കരുത്, അതുപോലെ നിങ്ങൾ കൊല നടത്തരുത് എന്ന രൂപത്തിലുള്ള പ്രയോഗമാണ് നടത്തിയിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ വ്യഭിചാരത്തെ കുറിച്ച് പഠിപ്പിച്ചത് വ്യഭിചാരം ചെയ്യരുത് എന്നല്ല, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാണ്. വലാ തഖറബുസ്സിനാ, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നതാണ്. വലാ തഖറബുസ്സിനാ, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നതാണ്. നോക്ക് നിങ്ങൾ, ആ വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന ഒരുപാട് പ്രോസസിംഗ് പരിപാടികളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അതും വ്യക്തമായി പഠിപ്പിച്ചു തന്നു. ഈ ദീനിനെ കുറിച്ചാണ് പറഞ്ഞത് മകളെ വിവാഹം കഴിക്കാമെന്ന് ഖുർആനിലുണ്ട് എന്ന്.
ഈ ഖുർആനിനെ നമുക്ക് പഠിച്ചാൽ അതിന് മറുപടി നമുക്ക് തന്നെ പറയാൻ പറ്റും. അള്ളാഹുവിന്റെ റസൂൽ എന്ത് പഠിപ്പിച്ചു, ഖുർആൻ എന്ത് പഠിപ്പിച്ചു, അതുപോലെ അള്ളാഹുവിന്റെ മതത്തിന്റെ ആദർശം എന്താണ് എന്ന് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആ ദീനിന്റെ പവിത്രത, പരിശുദ്ധി അത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്കൊരു സംശയം നമ്മുടെ മനസ്സിലുണ്ടാവില്ല. വ്യഭിചാരം എന്നത് ഒരൊറ്റ നിമിഷത്തിൽ സംഭവിക്കുന്ന പാപമല്ല, വസ്തുതയാണ്. അതിനു മുമ്പ് നൂറുകണക്കിന് ചെറിയ ചുവടുകളുണ്ട് അതിന്റെ പിന്നിൽ. ശൈത്താൻ ആദ്യം ചെയ്യുന്നത് വ്യഭിചാരത്തിലേക്ക് അടുക്കാനുള്ള നടപടിക്രമങ്ങളല്ല, എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അതിലേക്ക് പോകാനുള്ള പരിപാടികളല്ല, മറിച്ച് അതിലേക്ക് എത്താനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതിന്റെ ഭാഗം കാഴ്ച, അതിന്റെ ഭാഗമാണ് സംസാരം, അതിന്റെ ഭാഗമാണ് സ്പർശനങ്ങൾ, അതിന്റെ ഭാഗമാണ് അതുപോലെ സ്വതന്ത്രമായ വർത്തമാനങ്ങൾ അതിന്റെ ഭാഗമാണ്, ലഹരി ഉപയോഗം അതിന്റെ ഭാഗമാണ്. ഒടുവിൽ എല്ലാം സംഭവിച്ചാൽ പിന്നീടാണ് ആണും പെണ്ണും ഒന്നിക്കുന്നത് എന്ന്, വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു സൂറത്തുൻ നൂറിന്റെ 30-ാമത്തെ വചനത്തിൽ കാണാം, ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. ഹബീബായ റസൂലിനോട് അല്ലാഹ് പറയുന്നു, നബിയെ പറയണേ. ആരോട് പറയണം? വിശ്വാസികളായ പുരുഷന്മാരോട് നബിയെ പറയണേ. അവർ അവരുടെ നോട്ടം താഴ്ത്തുകയും അവരുടെ പവിത്രത കാത്തു സൂക്ഷിക്കുകയും ചെയ്യട്ടെ. വ്യഭിചാരത്തിലേക്ക് പോകാതിരിക്കാൻ, വ്യഭിചാരത്തിന്റെ ചിന്ത വരാതിരിക്കാൻ, ഒരു അന്യ പെണ്ണിനോട് തെറ്റായ ചിന്ത തോന്നാതിരിക്കാൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം. കാഴ്ച താഴ്ത്തിക്കൊള്ളട്ടെ. നബിയെ ഇത് പറഞ്ഞു കൊടുക്കണമെന്ന ഖുർആനിന്റെ താക്കീത്. കഴിഞ്ഞില്ല. ഇതേ പദം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ, അള്ളാഹുവിന്റെ കലാമ് പ്രിയപ്പെട്ട സഹോദരിമാരോടും സംസാരിക്കുന്നുണ്ട്. വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന. പ്രിയപ്പെട്ട ഉമ്മമാരെ ശരിക്ക് ശ്രദ്ധിക്കണേ. അതേ അധ്യായത്തിന്റെ 31-ാമത്തെ വചനത്തിലൂടെ ആവർത്തിക്കുകയാണ്, വിശ്വാസിനികളോട് നബിയെ പറയണേ, അവർ അവരുടെ നോട്ടം താഴ്ത്തുകയും അവരുടെ പവിത്രത കാത്തു സൂക്ഷിക്കുകയും വേണം. വ്യഭിചാരത്തിലേക്ക് പോയാൽ നമ്മുടെ മാനം നഷ്ടപ്പെടുകയാണ്, നമ്മുടെ പവിത്രത നഷ്ടപ്പെടുകയാണ്, നമ്മുടെ ഇസ്ലാമിന്റെ സംസ്കാരം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ പലതും നമുക്ക് നഷ്ടപ്പെടുകയാണ്. അങ്ങനെയെല്ലാം നഷ്ടപ്പെടുന്ന മ്ലേച്ഛകരമായ ഒരു വൃത്തികെട്ട പാപം അത് നമുക്ക് വേണോ പ്രിയമുള്ളവരെ? പരിശുദ്ധ ഖുർആൻ പറയുന്നത് വലാ തഖറബുസ്സിന, ആ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുതേ. ഇനി കഴിഞ്ഞില്ല, ഒന്നുകൂടെ അള്ളാഹുവിന്റെ റസൂല് വിശദീകരിക്കുന്നുണ്ട്. ഇന്നല്ലാഹ കതബ അലാ ഇബ്നി ആദം ഹല്ലഹു മിനസ്സിനാ. ആദം സന്തതിക്ക് വ്യഭിചാരത്തിൽ നിന്നുള്ള അവന്റെ പങ്ക് എഴുതപ്പെട്ടിട്ടുണ്ട്. ഒരു ആണും പെണ്ണും ഒന്നാകുന്നതിനല്ല വ്യഭിചാരം എന്ന് പറയുന്നത്, അതിന്റെ മുന്നേ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും വ്യഭിചാരം എന്ന് പറയുന്നുണ്ട്. നോക്ക് നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഫൽ ഐനാനി സിനാഹുമാ അന്നളർ. നമ്മുടെ കണ്ണുകൾക്ക് സിനയുണ്ട്. എന്താ കണ്ണിന്റെ സിന എന്നറിയുമോ? അത് അതിലേക്കുള്ള നോട്ടമാണ്. ഒരു പെണ്ണിന് അനാവശ്യമായി വ്യഭിചാരത്തിന്റെ ചിന്തയോടുകൂടെ നോക്കിയാൽ അത് കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ ഉദ്നാനി സിനാഹുമാ അൽ ഇസ്തിമാഅ്.
നമ്മുടെ 2 ശ്രവണപുടങ്ങൾക്കും വ്യഭിചാരമുണ്ട്. ആ ശ്രവണപുടത്തിലൂടെ വൃത്തികേടുകൾ കേൾക്കുകയും അത് പറയുന്നവരെ കേൾക്കാൻ വേണ്ടി നമ്മൾ അതിന് ശ്രമിക്കുകയും ചെയ്താൽ അത് കാതുകളുടെ വ്യഭിചാരമാണ്, നമ്മുടെ ശ്രവണപുടങ്ങളുടെ വ്യഭിചാരമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലിസാനി സിനാഹു അൽ കലാം. നാവിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലുള്ള സംസാരമാണ്, ഇക്കിളിപ്പെടുത്തുന്ന സംസാരമാണ്. മനസ്സിന് തൽക്കാലം ആശ്വാസം കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന വർത്തമാനം പറയലാണ്. മണിക്കൂറുകളോളം അങ്ങനെ സംസാരിക്കുന്ന ആളുകളുണ്ട്. ആ സമയത്ത് 2 രൂപത്തിലുള്ള വ്യഭിചാരം നടക്കുന്നു. ഒന്ന് നാവിന്റെ വ്യഭിചാരമാണ്, ഒന്ന് കാതുകളുടെ വ്യഭിചാരമാണ്. അതാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവയവങ്ങളുടെ വ്യഭിചാരം പറഞ്ഞു. ഈ വ്യഭിചാരങ്ങളൊക്കെ നടന്നിട്ട് ശാരീരികമായിട്ടുള്ള വ്യഭിചാരം നടക്കുന്നുള്ളൂ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെ ചിന്തിക്കുക, നമ്മൾ ആലോചിക്കുക, നമ്മുടെ വർത്തമാനം, നമ്മുടെ നോട്ടം, നമ്മുടെ കേൾവി ഏത് രൂപത്തിലാണ്? കഴിഞ്ഞില്ല, ഇത് കുറെ പറയണ്ടേ. കയ്യിന് വ്യഭിചാരണ്ട്. ഒരു പെണ്ണിനെ ആ ചിന്തയോടുകൂടെ തൊട്ടാൽ അത് കയ്യിന്റെ വ്യഭിചാരമാണ്. കാലിന് വ്യഭിചാരമുണ്ട്. ഒരു പെണ്ണിനെ വ്യഭിചരിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ ഒരു പെണ്ണിന്റെ അരികിലേക്ക് നടക്കുമ്പോ അവന്റെ ഓരോ കാൽവെപ്പുകളും അവന്റെ കാലിന്റെ വ്യഭിചാരമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നഊദു ബില്ലാ. അങ്ങനെ പഠിപ്പിച്ച ദീനിനെ സംബന്ധിച്ചാണ് എന്ത് പറഞ്ഞത്? പെൺകുട്ടിയെ കല്യാണം കഴിക്കാം, ആ രൂപത്തിൽ ചെയ്യാം, ഈ രൂപത്തിൽ ചെയ്യാം, ഇസ്ലാമിൽ അങ്ങനെ ഹലാലാണ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പറയുന്നവർക്ക് നമ്മൾ ഇതുപോലെ ഹദീസ് എടുത്തുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ജനങ്ങൾക്കത് ബോധ്യമാകണം. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്ക്. നമ്മുടെ വീട്ടിൽ ഖുതുബക്ക് വന്നാലേ കൂട്ടത്തില് വിഷയത്തിന്റെ ഇടക്ക് പറഞ്ഞോട്ടെ, ഖുതുബക്ക് വന്നാല് AC-യുടെ തണുപ്പും ഇരുത്തവും ഒക്കെ ഇങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ട് ഒരു ഉറക്കത്തിന്റെ ക്ഷീണമൊക്കെ ഉണ്ടാവും. ഈ ഖുതുബ എന്നുള്ളത് കേൾക്കേണ്ടതാണ്. ഉറക്കം വന്നാൽ കേൾക്കാൻ കഴിയില്ല. അഥവാ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്തു പോയി മുഖം കഴുകി വന്നിരുന്നാൽ ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കാം. ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്നാൽ അതൊക്കെ ആരൊക്കെ ഉറങ്ങുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതാണ്. ഖുതുബകൾക്കിടയിൽ അങ്ങനെ ചില ഓർമ്മപ്പെടുത്തലുകൾ നല്ലതാണ്. അതുകൊണ്ടാണ് അത് ഓർമ്മപ്പെടുത്തിയത്. പറഞ്ഞു വന്നത്, നമ്മൾ ആലോചിക്കുക, നമ്മുടെ വർത്തമാനങ്ങള്, നമ്മുടെ കാഴ്ചകള്, നമ്മുടെ കേൾവികള്, നമ്മുടെ കൈകൾ, നമ്മുടെ കാല്, ഇതൊക്കെ എത്രത്തോളം ഈ ഒരു മഹാപാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുക, ആലോചിക്കുക. അങ്ങനെ ഉണ്ട് നമ്മുടെ മനസ്സ് പറഞ്ഞാൽ, സഹോദരങ്ങൾ ആലോചിക്കുന്നത്, നമ്മുടെ ഇണ അറിയാതെ, നമ്മുടെ പെണ്ണറിയാതെ ഒരു പെണ്ണിനോട് കൊഞ്ചിച്ച് വർത്തമാനം പറഞ്ഞാൽ, അല്ലെങ്കിൽ അവളെ കണ്ടാൽ അവളോട് സംസാരിച്ചാൽ നമ്മുടെ പെണ്ണിനെ വഞ്ചിക്കല്ലേ? നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെയുള്ള നമ്മുടെ പെണ്ണിനെ വഞ്ചിക്കല്ലേ? അതുപോലെ ഒരു പെണ്ണ് നമ്മുടെ ഇണയറിയാതെ, നമ്മുടെ കല്യാണത്തിലൂടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പുരുഷൻ അറിയാതെ ഒരു ആണുമായി തന്റെ ഇണയുടെ അസാന്നിധ്യത്തിൽ സംസാരിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ വ്യഭിചാരത്തിന്റെ തുടക്കമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അതിലേക്ക് അടുക്കരുത്. വലാ തഖറബുസ് സിനാ, ആ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി അതുമായി ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതൊന്നുമല്ലാത്ത രൂപത്തിലുള്ള കാഴ്ചകൾ, വീഡിയോകളും അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ഒക്കെ ഇന്ന് സുലഭമായി രഹസ്യമായിരുന്ന് കാണാനും നോക്കാനൊക്കെ ഉള്ള അവസരമുണ്ട്. അതൊക്കെ ഈ മേഖലയിൽ പെടുന്നതാണ്. ഇങ്ങനെ കാണുമ്പോ കണ്ണിന്റെ വ്യഭിചാരമായി, അത് കേൾക്കുമ്പോ കാതിന്റെ വ്യഭിചാരമായി, ആ ഉപകരണം പിടിക്കുമ്പോ കയ്യിന്റെ വ്യഭിചാരമായി മാറി. നഊദു ബില്ലാഹ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ.
നമ്മുടെ മനസ്സിനെ നേരത്തെ പറഞ്ഞില്ലേ, പരിശുദ്ധ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, ആ ശൈത്താൻ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, ആ ശൈത്താനിന്റെ കാൽപാദങ്ങളെ പിന്തുടരാതിരിക്കാൻ ശ്രമിക്കണം. അതിന് അത്യാവശ്യം ഈമാൻ നമുക്ക് ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഈമാനുള്ളവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അതാണ് ഞാൻ ഓതി വെച്ച ആ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലെ മായിദ എന്ന സൂറത്തിലെ അൽ മായിദയിലെ 90-ാമത്തെ വചനമായി പറയാൻ, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്താൻ. ആരെ വിളിച്ചിട്ടാ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, മദ്യമുണ്ടല്ലോ, ചൂതാട്ടമുണ്ടല്ലോ, വിഗ്രഹാരാധനയുണ്ടല്ലോ, നറുക്കെടുപ്പുണ്ടല്ലോ, ഇവയെല്ലാം പിശാചിന്റെ അശുദ്ധ പ്രവർത്തനങ്ങളാണ്. അതിനാൽ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, അതിനാൽ അവയെ പൂർണ്ണമായി ഒഴിവാക്കുക. ഇതൊക്കെ പിശാചിന്റെ പ്രവർത്തനങ്ങളാണ്, മുഅ്മിനിന്റെ പ്രവർത്തനമല്ല. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്താണ്. ഫജ്തനിബൂഹുന്നാണ്, അതിനങ്ങ് വെടിയണം. നമുക്കത് വേണ്ട, അത് വന്നാൽ വലിയ പ്രശ്നമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേയേറെ കൊലപാതകങ്ങളുടെ റിപ്പോർട്ട് വന്നിരുന്നു. തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും കണ്ണൂരും ഇങ്ങനെ പേര് കേട്ട വലിയ ടൗണുകളിൽ, കുടുംബങ്ങളിൽ ഉമ്മയെ കത്തികൊണ്ട് കൊലപ്പെടുത്തിയ മകന്റെ വാർത്ത നമ്മൾ കേട്ടു. ബാപ്പയെ കൊലപ്പെടുത്തിയ മകന്റെ വാർത്ത നമ്മൾ കേട്ടു. സഹോദരിയെ കൊലപ്പെടുത്തിയ സഹോദരന്റെ വാർത്ത നമ്മൾ കേട്ടു. എല്ലാ കൊലപാതകങ്ങൾക്കും പിന്നിലും മദ്യമുണ്ടായിരുന്നു, മയക്കുമരുന്നുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ആരാ നമ്മുടെ മാതാവ്? ആരാ നമ്മുടെ മാതാവ്? എത്ര പറഞ്ഞാലും തീരാത്തത്ര സ്നേഹത്തിന്റെ ഉറവിടമാകുന്ന, ഒരു കുടുംബത്തിന്റെ വിളക്കാകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനെ പ്രസവിച്ച് വളർത്തി വലുതാക്കി വർഷങ്ങളോളം നമുക്ക് വേണ്ടി ജീവിച്ച് സങ്കടങ്ങൾ ഒതുക്കി തീർത്ത ആ ഉമ്മയെ കൊല്ലുന്നത് പുറമേ നിന്നുള്ള ആളുകളല്ല, സ്വന്തം മകൻ തന്നെയാണ് കൊല്ലുന്നത് എന്നതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സങ്കടത്തോടുകൂടെ കേൾക്കുന്ന വാർത്തകളാണിതെല്ലാം. എല്ലാത്തിനും മദ്യം കാരണമാണ്. നമ്മുടെ മക്കളൊക്കെ നമുക്കെതിരെ ശത്രുക്കളായിട്ട് മാറും. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിയ ബൈനകുമുൽ അദാവ വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിരി വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ. തിന്മകളുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട്. മദ്യവും ചൂതാട്ടവും വഴി നിങ്ങളുടെ ഇടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കുവാനും അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിങ്ങളെ അത് അകറ്റുകയും ചെയ്യും. അതാണ് ശൈത്താൻ ആഗ്രഹിക്കുന്നതെന്നാണ്. ശൈത്താൻ അതാ ആഗ്രഹിക്കുന്നത്. അള്ളാഹിനോടുള്ള ചിന്ത തന്നെ മനസ്സിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ പല തിന്മകളും കടന്നു വരും. കോപമുണ്ടാക്കും മദ്യം കുടിച്ചാൽ. നമുക്കറിയാലോ, കുടിച്ച ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? മയക്കുമരുന്ന് ഉപയോഗിച്ച ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? കണ്ണെല്ലാം ചുമന്ന വീട്ടിലേക്ക് കടന്നു വരുമ്പോ, എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോ വളരെ ദേഷ്യത്തോടുകൂടെ പെരുമാറുന്നവർ, മാത്രമല്ല വീട്ടിലെ ഉപകരണങ്ങൾ അടിച്ചു തകർക്കുന്നവർ. ഒരുപക്ഷെ അനുഭവങ്ങൾ ഉള്ളവരുണ്ടാകാം. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് അനുഭവിച്ചവരുണ്ടാകാം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അത്തരം വിപത്തുകൾ നിന്ന് രക്ഷപ്പെടാൻ. നോക്കൂ നിങ്ങൾ, എത്ര സത്യസന്ധമായൊരു മനുഷ്യന്റെ ജീവിതം അത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് കരുതി ഖുർആൻ ഉപദേശിക്കുകയാണ്. മൃഗങ്ങളെപ്പോലെയാകരുത്. മൃഗങ്ങൾക്ക് എവിടെയും ഭോഗിക്കാം, അവരുടെ വിഭാഗത്തിൽപ്പെട്ട എന്തിനും ഭോഗിക്കാം. അവിടെ അമ്മയോ സഹോദരിയോ വേർതിരിവൊന്നുമില്ല, അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. അവർക്ക് അവരുടെ വികാരത്തെ ഇല്ലാതാക്കാൻ അവർക്ക് ഒരു തടസ്സവുമില്ല. അങ്ങനെയല്ലല്ലോ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനനം ചെയ്യുന്നവൻ എന്നാണ്, തിരിച്ചറിയുന്നവനാണെന്നർത്ഥം.
തിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മകളെ തിരിച്ചറിഞ്ഞ് നന്മകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അപ്പോഴാണ് മനുഷ്യൻ മനുഷ്യനായി തീരുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് വിശ്വാസികളെ, ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ മക്കളുമായിട്ട് സംസാരിക്കണം. കോളേജുകളിലും സ്കൂളുകളിലും ജോലി പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളോടൊന്നും മനസ്സ് തുറന്നൊന്ന് സംസാരിക്കണം. നിങ്ങൾ ഓരോ ദിവസവും അവരുടെ സ്കൂളിലെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയണം. നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ മക്കളെക്കുറിച്ച് ഒരു പ്രയാസകരമായ വാർത്ത കേൾക്കേണ്ടി വന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടവും സങ്കടവും വേദനയും അതായിരിക്കുമെന്ന് ഓർക്കണം ഓരോ പിതാവും മാതാവും. കുട്ടികളെ പൈസ കൊടുത്ത്, പണം കൊടുത്ത്, ഫീസ് കൊടുത്ത് വലിയ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചാൽ മാത്രം പോരാ, അത് നിരീക്ഷിക്കണം. എന്റെ വീട്ടിൽ എന്റെ സഹോദരിയുടെ, എന്റെ ജ്യേഷ്ഠന്റെ മക്കളെ പുറത്തേക്ക് വിദ്യാഭ്യാസം നേടാൻ വിടുന്ന സന്ദർഭത്തിൽ ഇന്നലെ രാത്രി പോലും അവരോട് പറഞ്ഞത് ഏതാനും ചില വാക്കുകളാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെ ഈ നിലയിലേക്ക് എത്തിക്കാൻ കഷ്ടപ്പെട്ട ഒരു പിതാവും മാതാവും ഉണ്ട് എന്നും നിങ്ങളുടെ ചിന്തയിലും ഓർമ്മയിലും അവരുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും, പഠിക്കുകയും ചെയ്യും. അത് മറക്കരുത്. അതിനേക്കാൾ അപ്പുറം നമുക്ക് ഈ അനുഗ്രഹങ്ങൾ നൽകിയ നമ്മുടെ സൃഷ്ടാവിനെ മറന്നുപോകരുത്. ആ ഒരു ചര്യയും ആ ഒരു വിശ്വാസവും ആ ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ഇന്നലെ രാത്രി പോലും നമ്മുടെ മക്കളോട് പറയുന്നത് പോലെ പറഞ്ഞു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അത് നമ്മുടെ കടമയാണ്. പറഞ്ഞു കൊടുക്കണം. ഒരു മടിയും കരുതേണ്ടതില്ല. ഒരു തെറ്റു സംഭവിക്കുകയില്ല. ആരും വിദ്വേഷം വെക്കുകയില്ല. അതുകൊണ്ട് ചിന്തിക്കുക, ആലോചിക്കുക, നല്ലതിലേക്ക് കടന്നു വരിക. ഇത്തരം വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതോടൊപ്പം തന്നെ കൂട്ടമായി പ്രതിരോധങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഊസിക്കും ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിൽ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ലഹരിയെ സംബന്ധിച്ചും പറഞ്ഞു. ഇന്ന് ലഹരി വരുന്നത് ഏതെല്ലാം രൂപത്തിലൂടെയാണ് ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പല സാഹചര്യങ്ങളുമുണ്ട്. ഇന്നലെ ഒരു സ്ത്രീയെ പിടിച്ചു. ആ സ്ത്രീ ലഹരി ബാംഗ്ലൂരിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന രൂപവും വാർത്തയിൽ കണ്ടു. അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരുടെ രഹസ്യഭാഗത്ത് സാധാരണ സ്ത്രീകൾ അവരുടെ മെൻസസ് പീരീഡിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്. അതിൽ മയക്കുമരുന്ന് വെച്ചിട്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് വന്നത്. എങ്ങനെ 3 ബസ്സുകൾ മാറി കയറി കൂടെയുള്ള കാമുകനെ പോലീസ് പൊക്കി. അപ്പോഴേക്കും ആലപ്പുഴയിൽ കൊണ്ടുപോയി വീട്ടിൽ ഇത് കൊണ്ടുവച്ചിട്ട് കാമുകനുള്ള ലോഡ്ജിലേക്ക് വന്നു. പക്ഷെ പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു, 2 ആളെയും പിടിച്ചു. നോക്കണം നിങ്ങള്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് നേരത്തെ പറഞ്ഞ ഏത് വഴിയിലൂടെ, ഏത് രൂപത്തിൽ, ഏത് കോലത്തിൽ നമ്മളെ ഇടയിലേക്ക്, വീട്ടിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ പെൺകുട്ടികളിലേക്ക് ഇത് കടന്നു വരുന്നെന്നറിയില്ല. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹൈസ്കൂളിൽ, ആ ഹൈസ്കൂളിലെ പല പെൺകുട്ടികളിലും ഇതിന്റെ ഉപയോഗമുണ്ടെന്നാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ അറിഞ്ഞത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരു മാർഗ്ഗം നമ്മുടെ മുന്നിലുള്ള നമ്മുടെ മക്കളെ അറിയുക, മനസ്സിലാക്കുക, ചോദിക്കുക, അവരുമായി ചേർന്ന് നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, കുല്ലു മുസ്കരിൻ ഹറാം. പ്രവാചകനിലൂടെ പഠിപ്പിച്ചു, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും, നമുക്ക് നമ്മുടെ ബുദ്ധിയെ മറച്ചു കളയുന്ന എല്ലാ വസ്തുക്കളും അത് ഹറാം തന്നെയാണ്. മാ അസ്കറു കബീറഹു ഫഖലീലത്തുൻ ഹറാം. ഒരു വസ്തുവിന്റെ അധിക അളവ് ലഹരി ഉണ്ടാക്കുന്നുവെങ്കിൽ അതിന്റെ ചെറിയ അളവും ഹറാമാണ്. നോക്ക് നിങ്ങൾ, എത്ര കർശനമായിട്ടാണ് മതം പറയുന്നത് അല്ലേ? ലഹരി എത്ര ചെറുതാണെങ്കിലും, അത് എത്ര ഗ്രാം കുറവാണെങ്കിലും അത് ലഹരിയാണോ? ഹറാമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.
ഇനിയും ആ വിഷയത്തെക്കുറിച്ച് ധാരാളം പറയാനുണ്ട്. ഒത്തിരി ഒത്തിരി ഹദീസുകളും ഖുർആനിക വചനങ്ങളും വെച്ചുകൊണ്ട് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും ചിട്ടപ്പെടുത്താൻ നമ്മൾ തയ്യാറാകണം. അതുപോലെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ അറിഞ്ഞാൽ ഒരു മടിയും കരുതാതെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചുകൊണ്ട് ഈ തിന്മക്കെതിരെ അതിശക്തമായി നമ്മൾ കൂട്ടമായി നിലനിൽക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങളെ നീ പൊറുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഇത്തരത്തിലുള്ള വളരെ മ്ലേച്ഛകരമായ വൃത്തികെട്ട എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. മനസ്സും ശരീരവും ശുദ്ധമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. അള്ളാഹുവെ, എല്ലാ കട്ടുനോട്ടങ്ങളിൽ നിന്നും കട്ട് കേൾവികളിൽ നിന്നും ഞങ്ങൾ നീ കാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, മനസ്സ് ശുദ്ധിയോടുകൂടെ അമല് ചെയ്യാൻ വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.